ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എലി കടിച്ച് നാശാക്കിയ മണി പ്ലാന്റ് നമുക്ക് പിന്നെ ആദ്യം തളിർത്ത് വരുന്നുണ്ട് കേട്ടോ. തലേന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്ത് വെക്കാത്തതുകൊണ്ട് രാവിലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ പച്ചക്കറികളൊന്നും കാണാനില്ല. ബൈജോടൻ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടേനു. അപ്പോൾ വിചാരിച്ച് ചിക്കൻ നമുക്ക് ഗ്രേവി പോലെ ആക്കിയിട്ട് പരിപ്പ് വെറുങ്ങനെ താളിച്ച് വെക്കാമെന്ന് വിചാരിച്ചേ. പ്രത്യേകിച്ച് ഇന്നതാ ചേർക്കുന്നത് ചിക്കൻ ഗ്രേവീൻ്റെ റെസിപ്പി ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ഒരൊരിക്കലാക്കുക. ചിലപ്പോൾ തനിയെ വഴറ്റിയിട്ട് ചെയ്യും, ചിലപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ചെയ്യും. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്തിനാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ പോരെയെന്ന് വിചാരിക്കും. ചിക്കൻ കറി ആയിക്കോട്ടെ, മസാല ആയിക്കോട്ടെ, പക്ഷേ ഇവിടുത്തെ പിള്ളേർക്ക് 2 കഷ്ണമെങ്കിലും പൊരിച്ചിട്ട് വേണം. എനിക്കിതിൽ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. മസാലപ്പൊടികളും ചിക്കനെല്ലാം നല്ലോണം വഴറ്റിയിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് ഒരു 1/4 ഭാഗം വേവായതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് വേവിക്കാൻ വെക്കുക. അങ്ങനെ കടുകും ചെറിയുള്ളിയും കായ്മുളകും മൂപ്പിച്ചിട്ട് നമുക്ക് പരിപ്പിൻ്റെ താളിപ്പ് റെഡിയായേ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ പാറക്കുട്ടിയുണ്ട് മോൻ കൊണ്ടതല്ലോ ഗോഷ്ടി കളിക്കുന്നു. എന്താ ഒരു മണം. നമ്മളെ ഗ്രേവി അങ്ങനെ റെഡി ആയിട്ടുണ്ടേ. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കായ്മുളക്, കറിവേപ്പില എല്ലാം കൂടി മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് കുറച്ച് ലെമണും കൂടെ ചേർത്ത് മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി വെക്കണേ. പിന്നെ കുറച്ച് മുറുമുറ എന്നെല്ലാം വേണമെങ്കിൽ അരിപ്പൊടിയോ കോൺഫ്ലവറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ചേർത്തത്. ആർക്കും കാത്തിരിക്കാൻ ക്ഷമയില്ല. കഴിക്കട്ടെ. ബൈ.